എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ +2 മൊത്തം 13 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഏകദേശം 6 യൂണിറ്റോളം കാൽക്കുലസ് എന്നുള്ള സെക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സും അതൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ളൊരു 6, അതിൻ്റെ ബാക്കിയായിട്ട് നമ്മളിവിടെ 6 യൂണിറ്റോളം നമ്മളത് പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ പഠിപ്പിക്കുന്ന യൂണിറ്റ് മെട്രിക്സ് എന്നുള്ള യൂണിറ്റാണ്. അപ്പോൾ ആ മെട്രിക്സിനകത്ത് അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് പഠിച്ചില്ലേ, അതുപോലെ ഒരു എളുപ്പമുള്ളൊരു യൂണിറ്റാണ് മെട്രിക്സ് എന്നുള്ള യൂണിറ്റ്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മൾ മെട്രിക്സ് എന്നുള്ള യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ആ മെട്രിക്സിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതിനകത്ത് നമ്മൾ സെറ്റ് അറേഞ്ച് ചെയ്യുന്ന പോലെ മെട്രിക്സും നമ്മൾ നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് അങ്ങനെ ഒരു ഇതാണ് നമ്മൾ മെട്രിക്സിനകത്ത് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ കാര്യങ്ങളുമാണ് മെട്രിക്സ് എന്നുള്ള യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ +2 മൊത്തം 13 യൂണിറ്റാണുള്ളത്. അതിൽ ഏകദേശം 6 യൂണിറ്റോളം കാൽക്കുലസ് എന്നുള്ള സെക്ഷനാണ്. അവിടെ നമ്മൾ പഠിക്കുമ്പം ഓരോ യൂണിറ്റ് നമുക്കറിയാം, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് പഠിച്ചതറിയാം. അപ്പോൾ അതിൻ്റെ അതുപോലുള്ള യൂണിറ്റുകളാണ് ബാക്കി യൂണിറ്റ് എല്ലാം. മെട്രിക്സ് കുറച്ചുകൂടി എളുപ്പമുള്ള യൂണിറ്റാണ്, നമുക്കെല്ലാം സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന യൂണിറ്റാണ്. അപ്പം നമുക്കിന്ന് മെട്രിക്സിൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പം മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ, മെട്രിക്സ് എന്ന് പറയുന്നത് ഈസ് ആൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ആണ്. ഇപ്പം മെട്രിക്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത്, നമ്മൾ കഴിഞ്ഞ വർഷം സെറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ സെറ്റിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ നമുക്ക് ഈ മെട്രിക്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. മെട്രിക്സിനെ അറേഞ്ച് ചെയ്യുന്ന ആ ഡെഫിനിഷനാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു മെട്രിക്സ് വരയ്ക്കുമ്പം ഇങ്ങനെ റെക്റ്റാങ്കുലർ അറേ ആയിട്ടാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇപ്പം ഇങ്ങനെ റെക്റ്റാങ്കുലർ അറേ വരച്ചിപ്പം 1 2 3, ഇപ്പം 4 5 6, ഇത് നമ്മളൊരു അറേഞ്ച്മെൻ്റ് ആണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തേക്കാണ് ഇവിടെ. ഇതുപോലെ നമുക്ക് നമ്പേഴ്സ് മാത്രമല്ല, ഫംഗ്ഷൻസിനെയും അല്ലെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ അല്ലെങ്കിൽ വേരിയബിൾസ്, ഇതിനെല്ലാം നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് കോമയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ക്ലിയർ ആയ എല്ലാവർക്കും? മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് എന്നാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണെന്നാണ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മെട്രിക്സിനകത്ത് m റോസും, അതിന് മുന്നേ നമുക്ക് റോസും കോളംസും എന്ന് പറയാം. റോ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പറയുന്നതിനാണ് റോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന ഈ ഒരു മെട്രിക്സിനകത്ത് 2 റോസും അതേപോലെ കോളം, മെട്രിക്സിനകത്ത് മെയിനായിട്ടും റോസും കോളംസും ആണ് ഉണ്ടായിരിക്കുന്നത്. 2 റോസും, ഈ ഒരു മെട്രിക്സിനെ സംബന്ധിച്ച് 2 റോസും ഉണ്ട്. അതിൽ താഴോട്ടാണ് കോളം പറയുന്നത്. 3 കോളംസും ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ 2 റോസും അതേപോലെ 3 കോളംസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മെട്രിക്സിൻ്റെ ജനറൽ ഒരു ഫോമായിട്ട് പറഞ്ഞാൽ, എ മെട്രിക്സ് ഹാവിങ് m റോസ് ആൻഡ് n കോളംസ്. ജനറലായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഒരു മെട്രിക്സിനെ നമ്മൾ ജനറലായിട്ട് എഴുതുക. ഇവിടെ നമ്മൾ ഒരു റെക്റ്റാങ്കുലർ അറേ എഴുതിയതിന് ശേഷം മൊത്തം m റോസും കൺസിഡർ ചെയ്യുന്നു, അതേപോലെ n കോളംസും കൺസിഡർ ചെയ്യുക. എന്ന് വെച്ചാൽ റോസ് നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടലായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ റോസ് എന്ന് പറയുന്നത്. അതേപോലെ വെർട്ടിക്കലായിട്ട് പറയുന്നതിനെ നമ്മൾ കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ ഇവിടെ നമ്മളിതാ എഴുതിയേക്കുന്നത് A11, A12, A13. ഇടയ്ക്ക് കോമ ഉപയോഗിക്കരുത്. ഇങ്ങനെ ഈ രണ്ടിനൊരു പ്രാധാന്യമുണ്ട്. അതേപോലെ നമ്മൾ അടുത്ത യൂണിറ്റ് ഡിറ്റർമിനൻസ് ആണ് പഠിക്കുന്നത്. അവിടെ നമുക്ക് ഈ ഒരു ഈ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ആ ഷേപ്പ് അല്ല അവിടെ വരുന്നത്. അവിടെ നമുക്ക് നമ്മൾ മോഡുലസ് പോലുള്ള വരെയാണ് അടുത്ത യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഇവിടെ മെട്രിക്സ് പറയുമ്പോൾ ഇങ്ങനെ A11, A12, A13 എക്സെട്ര A1n എന്നാണ് പറയുന്നത്. അതിന് മുന്നേ അത് A11 എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് റോ, നമ്മൾ റോയും കോളവും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് ഹൊറിസോണ്ടലായിട്ട് പറയുന്നതാണ് റോ എന്ന് പറയുന്നത്, വെർട്ടിക്കലാണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ എന്ന് പറയുമ്പം A11, A12, A13 എക്സെട്ര A1n എന്ന് പറയുന്ന ഫസ്റ്റ് റോ ആണ്. അതിൽ സെക്കൻഡ് റോ ആണ് A21, A22 എക്സെട്ര A2n എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഇവിടെ n റോസ് വരെ നമ്മളിവിടെ നോക്കി AM1, M2, M3 എക്സെട്ര AM. ജനറൽ ഫോമാണിത്. ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ് ആണ് പറയുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ഒരു കൂടിപ്പോയൊരു 3/4 അത്രയുള്ള മെട്രിക്സ് അല്ലെങ്കിൽ 3/3 മെട്രിക്സ് വരെ മതി. അപ്പോൾ ഇവിടെ നമ്മൾ A11, A12, A13 എക്സെട്ര A1n എന്ന് വെച്ചതിൻ്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ഈ A11 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്നാണ്. ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം, അതായത് A11. അതുപോലെ A12 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോ
സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. എപ്പോഴും നമ്മൾ മെട്രിക്സ് പറയുന്നത്, മെട്രിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഓർഡർ വെച്ചിട്ടാണ്. ആ മെട്രിക്സിൻ്റെ ഓർഡർ M/N മെട്രിക്സ് ആണെങ്കിൽ ആ M റോസും നമ്മളിപ്പോൾ അതേപോലെ നമ്മൾ ഇതിനെ പറയുന്നത് ബൈ എന്നാണ്, ഇൻറ്റു നല്ല വായിക്കേണ്ടത്. മെട്രിക്സിൻ്റെ ഓർഡർ പറയുമ്പം ഇതിനെ റീഡ് ചെയ്യേണ്ടത് M/N മെട്രിക്സ് എന്നാണ് പറയേണ്ടത്. M/N മെട്രിക്സ്, ഇതിൻ്റെ മീനിങ് M റോസും N കോളംസും ഉണ്ടായിരിക്കും എന്നാണ്. അതായത് ഫസ്റ്റ് A11 എന്ന് പറയുമ്പോൾ അന്നേരം എന്താ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അതുപോലെ A12 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അതാണ്ട് ഫസ്റ്റ് റോ ആണ്, ഇങ്ങോട്ട് നമ്മൾ റോ പറയുന്നത്, ഫസ്റ്റ് റോ അതേപോലെ സെക്കൻഡ് കോളം, രണ്ടാമത്തെ കോളമാണ് A12 എന്ന് പറയുന്നത്. A13 ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് റോ തേർഡ് കോളം, മൂന്നാമത്തെ കോളമാണ്, കോളം താഴോട്ട്, അത് ആലോചിച്ചോണം. റോ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലായിട്ട്. അപ്പോൾ A11 മീൻസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, A12 ആകുമ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ദെൻ അടുത്ത A13 ആകുമ്പം ഫസ്റ്റ് റോ തേർഡ് കോളം. അപ്പോൾ ഈ ലാസ്റ്റ് A1N ആകുമ്പോഴോ ഫസ്റ്റ് റോ അല്ലേ, ഫസ്റ്റ് റോ അതേപോലെ ലാസ്റ്റ് കോളം, അതാണ് A1N, എന്ത് കോളം, അത് A1N. അപ്പോൾ അടുത്ത രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് റോയാ, ഇത് ഒന്നാമത്തെ റോ, അടുത്ത രണ്ടാമത്തെ റോയിലോട്ട് വരുമ്പം ഇത് A21, രണ്ടാമത്തെ റോയാണ്, അതേപോലെ ഒന്നാമത്തെ കോളമാണ് A21, A21, A22, A23 എക്സെട്ര A2N എന്ന് പറയാം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇപ്പോൾ A21, A22 എന്ന് പറയുമ്പോൾ A21 മീൻസ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ റോയും കോളവും ക്ലിയർ ആയിട്ട് അറിയണം. റോ പറയുമ്പം ഹൊറിസോണ്ടലായിട്ട് പറയുന്നത്, കോളം നമ്മൾ സാധാരണ താഴോട്ടല്ലേ വരയ്ക്കുന്നത്, അതുപോലെ ആലോചിച്ചാൽ മതി. കോളം എന്ന് പറയുമ്പം താഴോട്ട്, അതാണ് റോ വേസ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആവുമ്പം താഴോട്ട്. അതുപോലെ ലാസ്റ്റ് AM1, AM2 എക്സെട്ര, ഇത് ജനറൽ ഫോമാണ്. ഇത് നമുക്ക് കാണാമെന്ന് പഠിച്ചു വെച്ചേക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പം A22 എന്ന് പറയുമ്പം അത് എവിടെയാണ് എലിമെൻ്റ് എന്ന് നമുക്ക് ആ മെട്രിക്സിനകത്ത് അറിയണം. A22 എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തോണം, ആദ്യം റോയ് രണ്ടാമത് കോളം. ഇപ്പം സെക്കൻഡ് റോ സെക്കൻഡ് കോളം, പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, ഇതാണ് A22 എന്ന്. അതേപോലെ A2 അല്ലെങ്കിൽ A23 അല്ലെങ്കിൽ A13 പറയുന്നത്, A13 പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം ഫസ്റ്റ് റോ തേർഡ് കോളം എന്ന് പറയുമ്പോഴേ അത് ഒന്നാമത്തെ റോ, അതേപോലെ മൂന്നാമത്തെ കോളം എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ക്ലിയർ ആയോ എല്ലാവർക്കും? A21 എന്ന് പറയുമ്പോൾ അന്നേരം എങ്ങനെയാ, A21 എന്ന് പറയുമ്പോഴേ ഓർത്തോണം സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, ഇപ്പം രണ്ടാമത്തെ റോ ഫസ്റ്റ് കോളം. അപ്പം അതിനകത്ത് എലിമെൻറ്റ്സ് എന്ന് പറയുമ്പം A21 എന്നാണ്. നമുക്ക് ചോദിക്കും ഇതിനകത്ത് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ, മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ചെയ്യുമ്പം ഇനി 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം അത് 3 റോസും, ഇപ്പം 3/2 ആണെങ്കിൽ 3 റോസും 2 കോളംസും ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തോണം. നമുക്കിനി അതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാം. If a matrix is of order M/N, it has Mn elements. അതായത് വേറെ ഒന്നുമില്ല, നമുക്ക് മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് റോ ബൈ കോളം, അതിനെ ഇൻറ്റു എന്നല്ല വായിക്കേണ്ടത്, ബൈ എന്നാണ് വായിക്കേണ്ടത്. റോ ബൈ കോളം, M/N മെട്രിക്സ് എന്നാണ് ഇവിടെ വായിക്കേണ്ടത്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ M/N ആണെങ്കിൽ നമുക്ക് അതിനകത്ത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്തങ്ങ് പറഞ്ഞാൽ മതി, Mn എലിമെൻറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഒരു മെട്രിക്സിനകത്ത് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. മെട്രിക്സിനകത്ത് M/N ഓർഡർ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് എലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് അതിനകത്തുള്ള എലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ അകത്തുള്ള നമ്മൾ എഴുതത്തില്ലേ, റെപ്രസെൻ്റ് ചെയ്യുന്ന, അപ്പം അകത്ത് റെപ്രസെൻ്റ് ചെയ്യത്തില്ല. ഇപ്പം 1, 2, 3 എന്ന് പറയത്തില്ലേ, അതിനെ ഓരോന്നിനും നമ്മൾ എലിമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം അകത്തിരുന്ന 1, 2, 3 ആ നമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഫങ്ഷൻസ്, അതിനെല്ലാം നമ്മൾ എലിമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എലിമെൻറ്റ്സ് ആകെ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആ ഓർഡർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇപ്പം ഇതിനകത്ത് നമുക്കിപ്പോൾ എത്ര, ഇതിനകത്ത് റോയും കോളവും എന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ ഇവിടെ 2 റോസും ഉണ്ട്, താഴോട്ട് 3 കോളംസും ഉണ്ട്, 2 റോസും 3 കോളവും. അപ്പം നമ്മൾ ഇതിനെ എഴുതുന്ന എന്തൊരു മെട്രിക്സാ, ഇതെന്ന് പറയുന്നത് 2/3 മെട്രിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. 2 റോ 3 കോളം 2/3 മെട്രിക്സ് ആണ്. ഇതിനകത്ത് എത്ര എലിമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാനായിട്ട് അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2 × 3 എന്ന് പറയുമ്പോൾ എന്താ, 6. അപ്പം അതിനകത്ത് 6 എലിമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നോക്കി, 1, 2, 3, 4, 5, 6. അപ്പം ഇവിടെ മൊത്തം 6 എലിമെൻറ്റ്സ് ആണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. If a matrix is of order M/N, it has Mn elements എന്ന് പറയാൻ പറ്റും. ഇനി നമുക്കൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പം നമ്മൾ പഠിച്ചെല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പം മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, മെട്രിക്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ദെൻ അതിൻ്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇപ്പം കൺസ്ട്രക്ട് 3/2 മെട്രിക്സ് ഹൂസ് എലിമെൻറ്റ്സ് ആർ ഗിവൺ ബൈ 2 ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ പറയുക,
AIJ ഇസ് ഈക്വൽ ടു, ഇവിടെ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, I+2J എന്ന് പറയുന്നു. അപ്പം ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ 3/2 മെട്രിക്സ് ആണെങ്കിൽ, 3/2 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 3 റോ 2 കോളം. അപ്പം ആദ്യം നമുക്ക് അതങ്ങ് കൺസ്ട്രക്ട് ചെയ്ത് വെക്കാം. ആ ജനറൽ ഫോം പഠിച്ചില്ലേ, അതിനകത്ത് നമ്മൾ ആദ്യം ആ 3/2 മെട്രിക്സ് അങ്ങ് എഴുതാം. അപ്പം നമ്മൾ എന്താ പഠിച്ചേ? 3/2 മെട്രിക്സ് ആകുമ്പം 3 റോസ് കൊണ്ട് 2 കോളംസും എഴുതണം. അപ്പം നമുക്ക് അത്രയും മതി. ആ ജനറൽ ഫോം എല്ലാം ഒന്നും അറിയണ്ട, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ് A11 ആകുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. A11 3 റോയാണേ, 3 റോ 2 കോളം, 2 കോളം മതി. അതാ 3 റോ 2 കോളം. A11 A12 പിന്നെ അതുപോലെ അപ്പം നോക്കി, ഇപ്പം നോക്കി നമ്മൾ കോളം പറയണം. 3 റോ 2 കോളം മതി. കോളം എന്ന് വെച്ചാൽ താഴോട്ടല്ലേ കോളം നമ്മൾ പറയുന്നത്. അപ്പോൾ ഓൾറെഡി 2 എണ്ണം ആയല്ലോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് വരാം. A11 A12, അടുത്ത A21 A22 A31 A32 ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മെട്രിക്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇങ്ങനെ 3/2 മെട്രിക്സ് ആകുമ്പോൾ നോക്കി 3 റോസും 2 കോളംസും. ക്ലിയർ ആയോ? 3 റോസും 2 കോളംസും. ഇത് എഴുതിയതിന് ശേഷം നമുക്ക് അതങ്ങ് നോക്കിയത് AIJ ജനറൽ ഫോം ആയിരിക്കും തന്നിരിക്കുന്നത്. AIJ പറഞ്ഞിരുന്നാൽ ആ ഐക്ക് പകരം നമ്മുടെ ഈ എലിമെൻറ്റ്സ് അങ്ങ് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ A11 എന്താണെന്ന് ചോദിച്ചാൽ ഐയുടെ സ്ഥാനത്ത് 1, ജെയിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഫസ്റ്റ് നമുക്ക് എലിമെൻറ്റ്സ് എല്ലാം അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഐയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക. 1 + 2 × 1. ക്ലിയർ ആയോ? AIJ ഇസ് ഈക്വൽ ടു I+2J ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഐക്കും ജെയ്ക്കും 1 1 എന്ന് കൊടുത്തേക്കുക. ഐക്ക് 1ഉം ജെയ്ക്ക് 1ഉം. 1 + 2 × 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 + 2 = 3 എന്ന് വരും. ഇങ്ങനെ നമുക്ക് അതിനകത്തുള്ള എലിമെൻറ്റ്സ് എല്ലാം കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. അടുത്ത A12 ആകുമ്പോൾ 1 + 2 × 2 എന്ന് പറയുമ്പോൾ 1 + 4 4 + 1 5 വരും. അതുപോലെ A21 ആകുമ്പോൾ നോക്കണം, ഐയുടെ സ്ഥാനത്ത് 2, ജെയിൻ്റെ സ്ഥാനത്ത് 1. അതാണ് ഐയുടെ സ്ഥാനത്ത് 2, ജെയിൻ്റെ സ്ഥാനത്ത് 1. അപ്പം നമുക്കിവിടെ കൊടുക്കുമ്പം ഐൻ്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ 2 + 2 × 1 എന്ന് പറയുമ്പം 2 + 2 2 + 2 = 4. then അടുത്ത A22 ആകുമ്പോൾ എങ്ങനെ എഴുതാം? ഐയുടെ സ്ഥാനത്ത് 2, ജെയിൻ്റെ സ്ഥാനത്തും 2 കൊടുക്കാം. അപ്പം 2 + 2 × 2 2 + 4 4 + 2 എന്താ? 6 വരും. അതുപോലെ നമുക്ക് A31 ഇവിടെ എഴുതാം. A31 ഇസ് ഈക്വൽ ടു ഐയുടെ സ്ഥാനത്ത് എന്താ? 3 കൊടുക്കും, ജെയിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കും. അപ്പം എങ്ങനെ എഴുതാം? 3 + 2 × 1. അപ്പം 3 + 2 3 + 2 = 5. ലാസ്റ്റ് A32 ആകുമ്പം 3 + 2 × 3, അതായത് 3 + 3 × 2 6 = 9 എന്ന് വരും. ദെൻ നമുക്ക് ആ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പം ഈ AIJ, അതായത് ആ മെട്രിക്സ് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് എലിമെൻറ്റ്സ് അങ്ങ് കൊടുത്താൽ മതി, കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് അതിനകത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ A11 നമ്മൾ കണ്ടുപിടിച്ച് 3 എന്ന് കണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം 3, A12 എന്ന് പറയുന്നത് 5, A21 എന്ന് പറയുന്നത് 4, A22 എന്ന് പറയുന്നത് 6, A31 എന്ന് പറയുന്നത് 5, A32 എന്ന് പറയുന്നത് 9. ഇതാണ് നമ്മുടെ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ. ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഇങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കും, 2 മാർക്ക് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൺസ്ട്രക്ട് 3/2 മെട്രിക്സ് ആകുമ്പം നമ്മൾ ആ ജനറൽ ഫോം എഴുതുക. എന്നിട്ട് അതുപോലെ 3 റോസും 2 കോളംസും ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇതുപോലെ ഇതൊന്ന് ചെയ്ത് നോക്കാവോ? ചെയ്യണോ? ഇതും ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പം ഇതും 3/2 മെട്രിക്സ് തന്നെ, ഇത് തന്നെയാണ് മെട്രിക്സിൻ്റെ ഇത് പറഞ്ഞേക്കുന്നത്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇതുപോലെ AIJ ഐയുടെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് ഏതാണോ ഇത് തന്നെയാണ് മെട്രിക്സിൻ്റെ ആ ഒരു ഇത് തന്നെയാണ്. അപ്പം അതിനകത്ത് ആ ഐക്കും ജെയ്ക്കും ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇതേപോലെ നമ്പേഴ്സ് കൊടുത്ത് ചെയ്താൽ മതി. ചെയ്ത് നോക്കുക. പിന്നെ അതേ മോഡൽ കണക്കാണ് കൺസ്ട്രക്ട് 3/4 മെട്രിക്സ് whose elements are given by AIJ is equal to 2i minus j. 3/4 മെട്രിക്സ് ആകുമ്പം ഇപ്പം ഈ പറഞ്ഞതുപോലെ എങ്ങനെ വരും? 3 റോസും 4 കോളംസും വരും. അപ്പം നമുക്ക് ആ മെട്രിക്സിൻ്റെ ജനറൽ ഫോം എന്ന് എഴുതി വെക്കാം. 3 റോസും 4 കോളംസും. ഇപ്പം റോസ് അറിയാം, ഇങ്ങോട്ടാണ് റോസ്, കോളംസ് താഴോട്ട്. അപ്പം എങ്ങനെ എഴുതാം? 3 റോസ് ആകുമ്പോൾ ഫസ്റ്റ് എപ്പോഴും A11, അടുത്ത A12,
A13 A14 വേണോ? വേണം. കാരണം 4 കോളംസ് അല്ലേ വേണ്ടേ? അപ്പം ആദ്യത്തെ റോ രണ്ടാമത്തെ കോളം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ റോ പറയുമ്പം ഇങ്ങോട്ട് റോ പറയുമ്പം താഴോട്ടാണ് കോളം വരേണ്ടത്. അപ്പം താഴോട്ടാകുമ്പോൾ 1 2 3 ആയുള്ളൂ. ഒരു കോളം കൂടെ വേണം. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം കൂടെ കൺസ്ട്രക്ട് ചെയ്യാം. A14. ക്ലിയർ ആയോ? A11 A12 A13 A14. ദെൻ അടുത്ത എന്തോ വരും? A21 A22 A23 A24. അതുപോലെ A31 A32 A33 A34 ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പം നമുക്ക് മെട്രിക്സ് 3/4 മെട്രിക്സ് ആയില്ലേ? 3 റോസും ഉണ്ട് 4 കോളംസും ഉണ്ട്. 3 റോസും 4 കോളംസും. അപ്പം ഇതിനകത്ത് മെട്രിക്സ് എല്ലാം അതിനകത്ത് എലിമെന്റ്സ് എല്ലാം ആയി. ഇനി ആ എലിമെന്റ്സ് കൺസ്ട്രക്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഓരോന്നായിട്ട് ഇപ്പം നമ്മുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. AIJ = ജനറൽ ഫോം ഇങ്ങനെ 2i - j എന്നാണ്. അപ്പം നമുക്ക് ഓരോ എലിമെന്റ് ഫസ്റ്റ് എലിമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ IJയുടെ സ്ഥാനത്ത് 1 1 കൊടുക്കണം. ഐയുടെ സ്ഥാനത്ത് 1 ജെയിൻ്റെ സ്ഥാനത്ത് 1. അപ്പം എന്തോ വരും? 2 × 1 - 1. Then answer is 2 - 1. 2 - 1 1 എന്ന് വരും. ഇതുപോലെ നമുക്ക് ഓരോന്നും കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. A12 ആവുമ്പോഴോ? A12 ആവുമ്പോൾ ഐൻ്റെ സ്ഥാനത്ത് 1 ജെയിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. ദെൻ ഇവിടെ വരും 2 × 1 - 2. 2 - 2 = 0 എന്ന് വരും. ഇതുപോലെ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. A13 ആവുമ്പോൾ എങ്ങനെ എഴുതും? 2 × 1 ഐൻ്റെ സ്ഥാനത്ത് 1 ജെയുടെ സ്ഥാനത്ത് 3 കൊടുക്കാം. 2 × 1 - 3. Then 2 - 3 2 - 3 is -1. അതുപോലെ A14 ആകുമ്പോൾ എങ്ങനെയാ? 2 × 1 - 4. Then is 2 - 4 which is equal to -2. അതുപോലെ നമുക്ക് ബാക്കി ഓരോന്നും കണ്ടുപിടിക്കാം. A21 ആവുമ്പം 2 × 2 - 1 ജെയുടെ സ്ഥാനത്ത് 1 അല്ലേ? 1. അപ്പം 2 × 2 എന്തുവാ? 4 - 1 which is equal to 3 എന്ന് എഴുതാം. ദെൻ അതുപോലെ A22 ആവുമ്പം 2 × 2 - 2 which is 4 - 2. 4 - 2 is 2. അപ്പം ഇങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കുക. ഇതേപോലെ കണ്ടുപിടിച്ച മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? അതുപോലെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. A23 ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ ജെയിൻ്റെ സ്ഥാനത്ത് വാല്യൂ കൊടുത്താൽ മതി. അപ്പം 2 × 2 - 3. ദെൻ 4 - 3 is 1. അടുത്ത A24 ആവുമ്പം 2 × 2 അങ്ങ് ചെയ്ത് പോവുക. ബാക്കി അതുപോലെ തന്നെ അങ്ങ് ചെയ്ത് പോയാൽ മതി. 2 × 2 - 4. ദെൻ ആൻസർ 4 - 4 is equal to 0. ദെൻ അടുത്ത A31 ആവുമ്പം 2 × 3 ഐൻ്റെ സ്ഥാനത്ത് 3 ജെയിൻ്റെ സ്ഥാനത്ത് 1 -1. അപ്പം 6 - 1 5. A32 ആവുമ്പം 2 × 3 - 2. അപ്പം 6 - 2 is 4. ലാസ്റ്റ് A33 ആവുമ്പം 2 × 3 - 3. 6 - 3 which is equal to 3. നെക്സ്റ്റ് A34 ആകുമ്പോൾ എന്താ? 2 × 3 - 4. 3 × 2 6 - 4 which is equal to 2 എന്ന് വരും. അപ്പം നമുക്ക് എലിമെന്റ്സ് എല്ലാം കിട്ടി. അതിനൊന്ന് മെട്രിക്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ എഴുതുവാണേ. അപ്പം കൺസ്ട്രക്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കി. അപ്പം ഇതിനകത്ത് A11 ഏതാ? 1. A11 എന്ന് പറയുന്ന 1. പിന്നെ നമുക്ക് എന്താ എഴുതാം? 1 0 ഇല്ലയോ? അത് അതിൻ്റെ പ്ലേസിൽ കൊടുത്താൽ മതി. 0 1 3 നമ്മൾ കണ്ടുപിടിച്ചു. -1 -2 ദെൻ 3 2 കൊടുക്കുവാണേ. A2ൻ്റെ സ്ഥാനത്ത് 2 1 0. ദെൻ താഴെ 5 4 3 2. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പം നമുക്ക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തതാണിത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലിമെന്റ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലിമെന്റ്സ് വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്. ഓർഡർ നമ്മൾ പറഞ്ഞ ഒരു മെട്രിക്സിന്റെ ഐഡന്റിഫൈ ആയിട്ട് നമ്മൾ ഓർഡർ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ M/N മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം നമ്മൾ മെട്രിക്സിന്റെ M/N മെട്രിക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് അതിൻ്റെ എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. M/N മെട്രിക്സിനകത്ത് എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് കാണാനായിട്ട് M × N അങ്ങ് ചെയ്താൽ മതി. M × N ആകുമ്പോൾ Mn എന്നങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞേക്കുന്നത് ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലിമെന്റ്സ്, ഒരു മെട്രിക്സിനകത്ത് മൊത്തം 8 എലിമെന്റ്സ് ഉണ്ട്. ദെൻ വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്. അതിനകത്ത് ഓർഡർ ഏതൊക്കെ പറ്റുമെന്നാണ്. അപ്പോൾ എങ്ങനെയൊക്കെ വരും?
അതിനകത്ത് ആ കോളവും റോയും അങ്ങ് നോക്കിയാൽ പോരെ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് നമുക്ക് 1/8 ആ മൾട്ടിപ്ലൈ കിട്ടുന്ന ആൻസർ 8 ആണോ നോക്കിയാൽ മതി. ആ ചെക്ക് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം നമുക്ക് പറ്റും. അപ്പം 1/, ഇതിനെ ബൈ എന്നാന്നേ പറയണ്ടേ, മെട്രിക്സ് ആകുമ്പം ബൈ എന്ന് വായിക്കണം. 1/8 നമ്മളല്ലാതെ നോക്കുവാണെങ്കിൽ 1 × 8 എന്ന് പറയുമ്പോൾ എത്ര? 8 ആണ്. അതുപോലെ നമുക്ക് എന്താ പറയാ അടുത്തേ? തിരിച്ചും പറഞ്ഞുകൂടെ? ഇതിന്റെ മീനിങ് എന്താ? ഒരു റോയും 8 കോളം ഉണ്ടെന്ന, റോ ബൈ കോളം നമ്മൾ പറയുന്നത്. അപ്പൊ തിരിച്ച് നമുക്ക് പറയാം. അപ്പൊ തിരിച്ചെന്ന് പറയുമ്പോൾ എങ്ങനെയാ? 8/1. ഇപ്പം 8 റോസും 1 കോളം ഉണ്ടെന്ന് പറയാം. 8 റോസും 1 കോളവും. ദെൻ അതേപോലെ ഇതിനെ മൾട്ടിപ്ലൈ എല്ലാം പറയാം. വേറെന്ത് പറയാം? 4 × 2 പറഞ്ഞുകൂടെയോ? 4 × 2 അല്ല, ഇൻറ്റു അല്ല, ഇവിടെ ബൈ, 4/2 എന്ന് പറയാൻ പറ്റും. അതായത് എലിമെന്റ്സ് പറയുമ്പം അതിനകത്ത് എലിമെന്റ്സിന്റെ എണ്ണം 8 ആണ്. അപ്പം നമുക്ക് 4 × 2 നമ്മൾ സാധനം 4 × 2 8 അപ്പം അതിന്റെ പ്രോഡക്റ്റ് 8 കിട്ടത്തക്ക രീതിയിലുള്ള നമ്പേഴ്സ് അങ്ങ് എടുത്താൽ മതി. 4/, ഇത് നമ്മൾ മെട്രിക്സ് പറയുമ്പം 4/2. ഞാൻ അടുത്ത എന്താ പറയാം? തിരിച്ചും അതേപോലെ പറഞ്ഞാൽ 2/4. ഇത്രയല്ലേ ഉള്ളൂ. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 എന്ന ആൻസർ കിട്ടത്തക്ക രീതിയിലുള്ള എലിമെന്റ്സ് എല്ലാം നമുക്ക്, നമ്പേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ ഇതൊക്കെ എഴുതാൻ പറ്റും. 1/8, 8/1, 4/2, 2/4. ഇത്രയല്ലേ പറ്റത്തുള്ളൂ. അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ മതി. അത് വെച്ചിട്ട് പ്രോഡക്റ്റിന് ആൻസർ 8 കിട്ടത്തക്ക രീതിയിലുള്ള നമ്പർ അങ്ങ് കൺസ്ട്രക്ട് ചെയ്താൽ മതി. ഓക്കെ ആണോ? then അടുത്ത നമ്മളിപ്പോൾ മെട്രിക്സിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ച്? മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, ഓർഡർ ഓഫ് എ മെട്രിക്സ് പറഞ്ഞു, ആ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, then അതിനകത്തെ എലിമെന്റ്സിന്റെ എണ്ണം ആ ഒരു രീതിയിലും പറഞ്ഞു. then അടുത്ത നമ്മളിനി പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. മെട്രിക്സിന്റെ ഓരോ ടൈപ്പ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോളം മെട്രിക്സ്. ഒന്നാമത്തെ മെട്രിക്സ് ആണ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി കോളം മെട്രിക്സ് എന്താന്ന് ചോദിച്ചാൽ, എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. ആ പേരിനകത്ത് തന്നെ ഉണ്ട്, ഒരു കോളം മാത്രമുള്ള മെട്രിക്സിന് പറയുന്ന പേരാണ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് റോസ് എത്ര വേണമെങ്കിലും ആവാം, കോളംസ് പക്ഷേ ഒരെണ്ണേ ആകാൻ പാടുള്ളൂ. ഇപ്പൊ റോസ് ഇങ്ങോട്ടല്ലേ നമ്മൾ റോസ് പറയുന്നത്, റോസ് എത്ര വേണമെങ്കിലും ആവാം, താഴോട്ട് കോളം ഒറ്റ കോളം മാത്രം. ഇപ്പൊ സപ്പോസ് ഇപ്പൊ 2, 4, 6, 8 ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഒരു കോളം ഉണ്ട്, റോസ് 4 റോസ് ഉണ്ടെന്ന് പറയാം, ഇല്ലയോ? പിന്നത്തെ ഓർഡർ എങ്ങനെ പറയാം? ഈ മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെ നമ്മൾ പറയുന്നത്? ഓർഡർ എന്ന് പറയുമ്പോൾ എത്ര? 4 റോസും 1 കോളവും. അതായത് ഇത് 4/1 മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയോ? കോളം മെട്രിക്സ് എന്താന്ന് ചോദിച്ചാൽ ഒരു കോളം മാത്രമേ കാണത്തുള്ളൂ, എത്ര റോസ് വേണമെങ്കിലും കാണാം നമുക്ക്. അപ്പൊ ഇതിന് നമുക്ക് 4/1 മെട്രിക്സ്, 4 റോസും 1 കോളവും ഉണ്ടെന്ന് പറയാൻ പറ്റും. കോളം മെട്രിക്സ് ക്ലിയർ ആയോ? എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. ഒറ്റ കോളം മാത്രമേ ഉള്ള മെട്രിക്സിന് പറയുന്ന പേരാണ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ റോ മെട്രിക്സ് പറഞ്ഞാൽ അതുപോലെ തന്നെയാ. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 റോ. ഒരു റോ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഒരു റോ മാത്രം ഉള്ളതിന് പറയുന്ന പേരാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സിനകത്ത് കോളം എത്ര വേണമെങ്കിലും ആവാം, ഒറ്റ റോ. ഇപ്പം 1, 2, 3, 4, 5 ഇങ്ങനെ പറയുന്നു. അപ്പം ഇതൊരു കോളം അല്ലേ ഉള്ളൂ, ഒരു റോ അല്ലേ ഉള്ളൂ, കോളം എത്ര വേണമെങ്കിലും ആവാം. അപ്പം റോ മെട്രിക്സിനകത്ത് ഒരു റോ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പം ഇതിനകത്ത് ഓർഡർ എന്താ പറയാം? ഒരു റോ ആകുമ്പോൾ ഇത് 1, കോളം ആകുമ്പം 5 കോളം, അപ്പം 1/5 എന്ന് പറയും. 1/5. അപ്പം ഈ മെട്രിക്സിന്റെ ഓർഡർ 1/5 ആണ്. ഒരു റോയും 5 കോളംസും ഉണ്ടായിരിക്കും. അപ്പം മെട്രിക്സിനകത്ത് റോ മെട്രിക്സ്, അപ്പം നമ്മൾ 2 മെട്രിക്സ് പറഞ്ഞ്, കോളം മെട്രിക്സും റോ മെട്രിക്സ്. ആ പേരിനകത്ത് തന്നെ ഉണ്ട്. കോളം മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോളം മാത്രമുള്ള മെട്രിക്സിന് പറയുന്ന പേരാണ് കോളം മെട്രിക്സ്. റോ മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു റോ മാത്രമുള്ള മെട്രിക്സ് ആണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്താന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ റോ മെട്രിക്സ്, മൂന്നാമത്തെ സ്ക്വയർ മെട്രിക്സ്. എ മെട്രിക്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് ഈ സെഡ് ടു ബി എ സ്ക്വയർ മെട്രിക്സ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. എന്താണ് സ്ക്വയർ എന്ന് നമുക്കറിയാം. സ്ക്വയർ ആകുമ്പോൾ എന്താ, എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ളതാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അതിൻ്റെ റോസും കോളംസും ഈക്വൽ ആയിട്ടുള്ള, റോസും കോളംസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള മെട്രിക്സിന് പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും സ്ക്വയർ മെട്രിക്സ്? നമുക്ക് സാധനം 1/1 പറയാം, അതിനകത്ത് ഒരു എലിമെന്റ് കാണത്തുള്ളതേ ഉള്ളൂ. അപ്പം 1/1 പറയാം, ഒരേപോലെ റോസും കോളംസും ഈക്വൽ ആണ്. അപ്പം നമുക്ക് എങ്ങനെയാ 1/1 പറഞ്ഞൂടെ? അതേപോലെ 2/2, 2 റോസും 2 കോളംസും. അതുപോലെ 3/3. അപ്പം മാക്സിമം നമുക്ക് 3/3 വരെ മതി ഇവിടെ പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് 4/4 ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി.
മെട്രിക്സിൻ്റെ റോസും കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സിന് പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മെട്രിക്സ് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം എ ബി നമ്പർ മാത്രമല്ല ഫങ്ഷൻസും നമുക്ക് ഇതിനകത്ത് അറേഞ്ച് ചെയ്യാം. വേരിയബിൾസും ട്രിഗണോമെട്രി ഫംഗ്ഷനും എല്ലാം അറേഞ്ച് ചെയ്യാൻ ഇവിടെ നമുക്ക് പറ്റും. അപ്പം നമ്മൾ എ ബി സി ഡി അറേഞ്ച് ചെയ്യുന്നു. ഇതിൻ്റെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? 2 റോ അല്ലേ? അതേപോലെ കോളം എന്താ? 2 കോളം. അപ്പം 2 റോസും 2 കോളംസും 1 by 1 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? അതിനകത്ത് ഒരു എലിമെൻറ്റേ കാണത്തുള്ളൂ. ഇപ്പം സപ്പോസ് 4 എന്ന് മാത്രം പറയുന്നു. അപ്പം ഇതിനകത്ത് റോ എന്താ? ഇങ്ങോട്ട് വരണം, താഴോട്ട് വരണം. അപ്പം 1 by 1 മെട്രിക്സാ. ഇതൊരു 1 by 1 മെട്രിക്സാന്ന് പറയാം. അതുപോലെ 4 എണ്ണം പറയുമ്പം ഇത് മനസ്സിലായോ? 2 by 2 ആകുമ്പം 2 റോസും 2 കോളംസും. 3 by 3 ആകുമ്പോൾ അങ്ങനെ എന്തായിരിക്കും മീനിങ്? അന്നേരം 3 റോസും 3 കോളംസും. അങ്ങനെയുള്ള മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ കണക്ട് ചെയ്താണ് പറഞ്ഞു പോകുന്നത് അടുത്തത് വരുമ്പം. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്താണ്? സ്ക്വയർ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ. അതുപോലെ തന്നെയാണ് മെട്രിക്സിനകത്ത് പറയുന്നതും റോസും കോളംസും ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായോ? അപ്പം 1 2 3 2 4 5 6 7 8 3 റോസും ഉണ്ട്, 3 കോളംസും ഉണ്ട്. ഇതൊരു 3 by 3 ബൈ ആണേ 3 by 3 മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. ഇത്രയും ക്ലിയർ ആണോ? അപ്പം നമ്മൾ കോളം മെട്രിക്സ്, റോ മെട്രിക്സ്, മൂന്നാമത്തെ സ്ക്വയർ മെട്രിക്സും എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ ഈ സ്ക്വയർ മെട്രിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് പറയാൻ പോകുന്നത്. സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞ റോസും കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. ഇനി നമ്മൾ ഈ ഡയഗണൽ മെട്രിക്സ് എന്താന്ന് പറയാൻ പോവാം. ഡയഗണൽ മെട്രിക്സ് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ സ്ക്വയർ മെട്രിക്സ്, അതായത് സ്ക്വയർ മെട്രിക്സിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഡയഗണൽ പറയാൻ പോകുന്നത്. സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലിമെന്റ്സ് ആർ 0. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ്, ഇപ്പം നമ്മൾ സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ എങ്ങനെയാണ്? എല്ലാ റോസും കോളംസും ഈക്വൽ ആയിരിക്കും. അതേപോലെ നമ്മൾ ആ സ്ക്വയർ മെട്രിക്സ് പറയുമ്പോൾ 3 by 3 എന്ന് പറയണമെന്നില്ല, ഓർഡർ 3 എന്നങ്ങ് പറഞ്ഞാലും മതി. അതിൻ്റെ മീനിങ് കാരണം രണ്ടും ഈക്വൽ അല്ലയോ. അതേപോലെ 2 by 2 ആകുമ്പോൾ ഓർഡർ 2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ആലോചിച്ചോണം അത് ഓൾറെഡി 2 by 2 മെട്രിക്സ് ആണെന്ന് ആലോചിച്ചാൽ മതി. ഡയഗണൽ മെട്രിക്സ് ആകുമ്പോൾ എന്താണ്? ഡയഗണൽ മെട്രിക്സ് നമ്മൾ എന്താ പറഞ്ഞത്? ഈ സ്ക്വയർ മെട്രിക്സുകളാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സിലോട്ട് വരുന്നത്. അപ്പോൾ ഡയഗണൽ മെട്രിക്സിലെ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഒരു ചെറിയ ഫോമാണെന്ന് ആലോചിച്ചാൽ മതി ഡയഗണൽ മെട്രിക്സ്. അപ്പം ആ സ്ക്വയർ മെട്രിക്സിനകത്ത് ഇവിടെ ഡയഗണൽ മെട്രിക്സ് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മെയിൻ ഡയഗണൽ എന്ന് വെച്ചാൽ എന്താ? ഈ നമ്മൾ ഈ ഫസ്റ്റ് തൊട്ട് ഇങ്ങോട്ട് വരുന്നതിന് മെയിൻ ഡയഗണൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇതാ ഡയഗണൽ എന്ന് പറയുന്നത്. ആ മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് മാത്രം നമ്പേഴ്സ് വരും, ബാക്കി എലിമെൻറ്റ്സ് അല്ല. അപ്പോൾ നമ്മളൊരു 3 by 3 മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഡയഗണൽ ഏതൊക്കെയാണ്? 1 2 3 3 റോസ് വേണ്ടായോ? ബാക്കി എലിമെൻറ്റ്സ് എല്ലാം 0 ആവുന്നു. ഇപ്പം നോക്കി, ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് നമ്പേഴ്സോ അല്ലെങ്കിൽ ഫങ്ഷൻസോ ആയിരിക്കാം. അതിൽ നോൺ 0 ബാക്കി എലിമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. മെയിൻ ഡയഗണൽ ഒഴികെയുള്ള ബാക്കി എലിമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. അതാ ഈ പറഞ്ഞേക്കുന്നത് എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി ഡയഗണൽ മെട്രിക്സ് ഇഫ് ഓൾ ഈസ് നോൺ ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഡയഗണൽ അല്ലാത്ത എലിമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ഓക്കെ ആണോ? ഡയഗണൽ അല്ലാത്ത എലിമെൻറ്റ്സ് എല്ലാം 0. അപ്പം നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, സ്ക്വയർ മെട്രിക്സ് ആണ് ഏറ്റവും വലുത്. അതിനകത്ത് കുറച്ച് കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണൽ മെട്രിക്സ് എന്ന് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഡയഗണൽ എലിമെൻറ്റ്സ് മാത്രമേ കാണത്തുള്ളൂ, നോൺ 0 ആയിട്ടുള്ളത്. ബാക്കി എലിമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പം ഇതാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കണം, കാരണം നമ്മളിനി അടുത്ത പറയാൻ പോകുന്നത് ഈ ഡയഗണൽ നിന്നുകൊണ്ടാണ് സ്കെയിലാറിലോട്ട് പോകുന്നത്. ഇപ്പം പഠിച്ച റോ മെട്രിക്സും കോളം മെട്രിക്സും അത് ഓക്കെ, അത് കഴിഞ്ഞു. ദെൻ അടുത്ത് നമ്മൾ ആ സ്ക്വയർ മെട്രിക്സ് പറയുമ്പം അത് ആലോചിക്കണം. സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ റോസും കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണൽ മെട്രിക്സ് ആകുമ്പം അതിനകത്ത് നിന്ന് എടുക്കുന്ന ചെറിയൊരു കളക്ഷൻ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന ചെറിയ കളക്ഷൻ ആകുമ്പോൾ അതിനകത്ത് എന്തുവാ? മെയിൻ ഡയഗണലിൽ മാത്രം നോൺ 0 എലിമെൻറ്റ്സും ബാക്കി എലിമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ദെൻ അടുത്ത സ്കെയിലാർ മെട്രിക്സ്. ഇപ്പം നമ്മൾ 3 എണ്ണം പഠിച്ചത് 4, ഇത് 5-മത്തെ. അപ്പം സ്കെയിലാർ മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡയഗണൽ മെട്രിക്സാണ്. ഡയഗണൽ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ സ്കെയിലാർ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് ഡയഗണൽ എലിമെൻറ്റ്സ് ആർ ഈക്വൽ. അപ്പോൾ അതിനകത്ത് ഡയഗണൽ എലിമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്നാണ് വീണ്ടും താഴ്ത്തു വരുന്നത്. അപ്പം ഡയഗണൽ മെട്രിക്സ് ആണ് ഇവിടെ എടുത്തുകൊണ്ട് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് പ്രത്യേകത? അതിനകത്ത് മെയിൻ ഡയഗണൽ ഉണ്ടല്ലോ, ആ ഡയഗണൽ എലിമെൻറ്റ്സ് ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ 2 എഴുതുവാണെങ്കിൽ ആ 3 by 3 ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 എല്ലായിടത്തും 2 ആയിരിക്കും, ബാക്കിയെല്ലാം 0 തന്നെ ആയിരിക്കും. ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ്
സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡയഗണൽ മെട്രിക്സിനകത്ത് പിന്നെയും ചെറുതാവും അത്. ഡയഗണൽ മെട്രിക്സിനകത്താണ് നമ്മൾ സ്കെയിലാർ മെട്രിക്സ് പറയുന്നത്. അതായത് ഡയഗണൽ മെട്രിക്സ് ഇസ് സെഡ് ടു ബി എ സ്കെയിലാർ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് ഡയഗണൽ എലിമെന്റ്സ് ആർ ഈക്വൽ. മറ്റേ നമുക്ക് ഏത് വേണമെങ്കിലും ആവാം. ഡയഗണൽ എലിമെന്റ്സ് ഈക്വലും ആവാം, ഡയഗണൽ എലിമെന്റ്സ് വേറെ ഡിഫറൻറ്റും ആവാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതിലൊരു പ്രത്യേക കേസ് പിന്നെയും പറയുവാണ്, സ്കെയിലാർ മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എലിമെന്റ്സ് സെയിം ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം, 1 മാർക്ക് ചോദ്യമായിട്ട് അല്ലാതെ വന്നതാണ്, എല്ലാ ഡയഗണൽ എലിമെന്റ്സും സ്ക്വയർ മെട്രിക്സ് ആണോ? അപ്പൊ എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞ് ചോദിക്കില്ല, ഡയഗണൽ എന്താണെന്ന് ചോദിക്കത്തില്ല. പക്ഷേ ഇത് തമ്മിൽ ഒരു ദിവസം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഡയഗണൽ മെട്രിക്സ് എല്ലാം സ്ക്വയർ മെട്രിക്സ് ആണോ, അല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സ് എല്ലാം ഡയഗണൽ ആണോ? അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കി, ഡയഗണൽ മെട്രിക്സ് എല്ലാം സ്ക്വയർ മെട്രിക്സ് ആണോ? ഡയഗണൽ മെട്രിക്സ് എല്ലാം സ്ക്വയർ മെട്രിക്സ് ആണോ? അല്ല. കാരണം ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് എല്ലാം സ്ക്വയർ മെട്രിക്സ് ആണ്. തിരിച്ച് സ്ക്വയർ മെട്രിക്സ് അതാണ്, ഡയഗണൽ മെട്രിക്സ് എല്ലാം സ്ക്വയർ മെട്രിക്സ് ആണ്. നേരെ മറിച്ച് സ്ക്വയർ മെട്രിക്സ് എല്ലാം ഡയഗണൽ മെട്രിക്സ് ആണോ? സ്ക്വയർ മെട്രിക്സ് ഓർത്തോണം, അത് വലിയൊരു കളക്ഷനാണ്. അതിനൊരു പർട്ടിക്കുലർ കേസ് മാത്രമേ നമ്മൾ ഡയഗണൽ മെട്രിക്സിലോട്ട് വരുന്നുള്ളൂ. പിന്നെ ചോദിക്കുന്നത് ഇങ്ങനെ, സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റോയും കോളവും ഈക്വൽ ആയിരിക്കണം. അപ്പം അത് ഒത്തിരി കളക്ഷനുണ്ട്. അപ്പം അത് സ്ക്വയർ മെട്രിക്സ് എല്ലാം ഡയഗണൽ മെട്രിക്സ് ആണോ? എല്ലാ സ്ക്വയർ മെട്രിക്സും എടുക്കും, അതെല്ലാം ഡയഗണൽ മെട്രിക്സ് ആവുമോ? ഇല്ല. കാര്യം എന്താ? ഡയഗണലിനാണെങ്കിൽ മെയിൻ ഡയഗണൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സീറോയാ. അപ്പം എല്ലാ സ്ക്വയർ മെട്രിക്സും എന്താവണമെന്നില്ല, ഡയഗണൽ മെട്രിക്സ് ആകണമെന്നില്ല. പക്ഷെ തിരിച്ചാണ്, എല്ലാ ഡയഗണൽ മെട്രിക്സും നമ്മൾ അതിനകത്തുള്ള കളക്ഷൻ അല്ലേ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഡയഗണൽ മെട്രിക്സും എന്താണ്, സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? എല്ലാ ഡയഗണൽ മെട്രിക്സ് നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ഏറ്റവും വലുതാണ് സ്ക്വയർ മെട്രിക്സ്, അതിനകത്ത് എടുക്കുന്ന കുറച്ച് കളക്ഷനാണ് ഡയഗണൽ മെട്രിക്സ്, അതിനകത്ത് നിന്ന് എടുക്കുന്ന പിന്നെയും പർട്ടിക്കുലർ കേസാണ് സ്കെയിലാർ മെട്രിക്സ്. ഓക്കെ ആണോ? അപ്പൊ സ്കെയിലാർ മെട്രിക്സ് എന്താ നമ്മൾ പറഞ്ഞേ, അതിന്റെ മെയിൻ ഡയഗണൽ എലിമെന്റ്സ് ഈക്വൽ ആയിരിക്കും, സെയിം ആയിട്ടുള്ളതാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മാറ്റട്ടെ. അപ്പം നമ്മൾ എത്ര മെട്രിക്സ് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? 5 മെട്രിക്സ് പറഞ്ഞ്. റോ മെട്രിക്സ് ആകുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചേ? ഒരു റോ മാത്രമേ കാണത്തുള്ളൂ, അതാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. കോളം മെട്രിക്സ് ആകുമ്പം ഒരു കോളം മാത്രമേ കാണത്തുള്ളൂ, അതാണ് കോളം മെട്രിക്സ്. അടുത്ത സ്ക്വയർ മെട്രിക്സ് ആകുമ്പം, സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ റോസും കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഡയഗണൽ മെട്രിക്സ് ആകുമ്പോൾ എന്താ, മെയിൻ ഡയഗണൽ എലിമെന്റ്സ് മാത്രം നമ്പേഴ്സോ അല്ലെങ്കിൽ ഫങ്ഷൻസോ ആയിരിക്കും, ബാക്കി എലിമെന്റ്സ് എല്ലാം സീറോ ആയിരിക്കും. അതായത് നോൺ ഡയഗണലിലെ എലിമെന്റ്സ് എല്ലാം സീറോ ആണെന്ന് പറയാൻ പറ്റും. അടുത്ത ലാസ്റ്റ് ഏതാ പഠിച്ചേ? സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുമ്പം അതിനകത്ത് മെയിൻ ഡയഗണൽ എലിമെന്റ്സ് തന്നെയാണ് നമ്മൾ സ്കെയിലാറിലോട്ട് വരുന്നത്. അതിനകത്ത് മെയിൻ ഡയഗണൽ എലിമെന്റ്സ് സെയിം നമ്പർ ആയിരിക്കും, ബാക്കി എലിമെന്റ്സ് എല്ലാം സീറോ ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഐഡന്റിറ്റി മെട്രിക്സ്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മളിനി ഐഡൻറ്റിറ്റി നമ്മൾ ഇപ്പം I എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം ഐഡൻറ്റിറ്റി മെട്രിക്സിനെ I എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് പറയാം, അങ്ങനെ പറയത്തേ ഉള്ളൂ. അപ്പം 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ്. എന്താണ് ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇപ്പം നമ്മൾ അഡീഷനകത്ത് എന്താ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്? അഡീഷനകത്ത് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഏതാ? ഐഡൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പം നമ്മൾ ഒരു നമ്പറിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പം ആ നമ്പർ തന്നെ കിട്ടുന്നത്, അതാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്പറിൻ്റെ കേസിൽ. അഡീഷനകത്ത് അപ്പം നമുക്ക് എങ്ങനെയാണ്, അപ്പം 2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ ആ 2 തന്നെ കിട്ടും. എന്താഡ് ചെയ്യുമ്പോഴാണ്? 0 അല്ലയോ? അപ്പം 2 + 0 ചെയ്യുമ്പോഴല്ലേ നമുക്ക് 2 എന്ന് തന്നെ കിട്ടുന്നത്. അപ്പം അവിടുത്തെ 0 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ആലോചിച്ച് നോക്കേ, മൾട്ടിപ്ലിക്കേഷനകത്ത് ഐഡൻറ്റിറ്റി ഏതാ? 1 അല്ലേ? ഇപ്പം നമ്മൾ 3 പറയുന്നു, ഒരു നമ്പർ വെറുതെ 3, ആ 3 തന്നെ ആൻസർ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ എന്തോ മൾട്ടിപ്ലൈ ചെയ്യണം, 3 × 1 ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ അത് ആ നമ്പർ തന്നെ കിട്ടണം. 3 × 1 ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അതായത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0യും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1ഉം ആണ്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറയും എ സ്ക്വയർ മെട്രിക്സ്. ഇപ്പം സ്ക്വയർ മെട്രിക്സ് പെട്ടെന്ന് ഓർക്കണം, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ റോസും കോളംസും ഈക്വൽ ആണ്. സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് എലിമെന്റ്സ് ഇൻ ദ ഡയഗണൽ ആർ ഓൾ 1. ഇത്രയേ ഉള്ളൂ, ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 1 ആയിരിക്കും. ബാക്കി ആൻഡ് റെസ്റ്റ് ആർ ഓൾ 0, ബാക്കി എലിമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. ഈസ് കാൾഡ് ആൻ ഐഡന്റിറ്റി എലിമെന്റ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇവിടെ നോക്കേ, ഒരു 2/2 ഐഡന്റിറ്റി മെട്രിക്സ് എങ്ങനെയായിരിക്കും പറയുന്നത്? 2/2 ഐഡന്റിറ്റി മെട്രിക്സ് 2/2 ഐഡന്റിറ്റി ആകുമ്പോൾ 2 റോസും 2 കോളംസും അല്ലേ? 2/2 ഐഡന്റിറ്റി മെട്രിക്സ് ആകുമ്പോൾ നമ്മളിങ്ങനെ പറയും 1 0
0 1. ഓക്കെ, മെയിൻ ഡയഗണൽ എലിമെന്റ്സ് 1 ആണ്, ബാക്കി എലിമെന്റ്സ് എല്ലാം 0 ആവണം. ഇതാണ്. ഇനി ഒരു 2x2 ഐഡന്റിറ്റി എലിമെന്റ് മെട്രിക്സ് എഴുതാൻ പറയുമ്പോഴേ ഇത് എഴുതിക്കോണം. then അതേപോലെ ഒരു 3x3 ആകുമ്പോഴോ 2x2 ഐഡന്റിറ്റി മെട്രിക്സ്. അതേപോലെ 3x3 ആകുമ്പോൾ എങ്ങനെ വരും അന്നേരം? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പം മെയിൻ ഡയഗണലിൽ 1 ആണ്, ബാക്കി എലിമെന്റ്സ് എല്ലാം 0 ആണ്. അപ്പം 1 0 0 0 1 0 0 0 1 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഒരു 3x3 ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിനകത്ത് നമുക്ക് എന്താ പറയുക, മെയിൻ ഡയഗണൽ എലിമെന്റ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1. അപ്പം 1 വരുവാണെങ്കിൽ ബാക്കി എലിമെന്റ്സ് എല്ലാം 0 ആയിരിക്കണം. ഇതിന് പറയുന്ന പേരാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം 1 then ബാക്കി എലിമെന്റ്സ് എല്ലാം 0. 2x2 മെട്രിക്സ് ഉണ്ട്, ഇതിന് 2x2 ഐഡന്റിറ്റി മെട്രിക്സ്, 3x3 ഐഡന്റിറ്റി. നമ്മൾ ഐ എന്ന് പറയുമ്പോഴേ ചില ക്വസ്റ്റിനകത്തൊക്കെ മെട്രിക്സ് നോക്കി നിങ്ങൾ ഇത് രണ്ടേ വരത്തുള്ളൂ, കൂടുതലായിട്ടൊന്നും വരത്തില്ല. അപ്പോൾ ഒന്നുകിൽ 2x2 മെട്രിക്സ് അല്ലെങ്കിൽ 3x3 ഐഡന്റിറ്റി മെട്രിക്സ്, അതിൽ കൂടുതലുള്ള പ്രോബ്ലം നമുക്കില്ല. അടുത്ത നമ്മൾ ഇത്ര ഓക്കെ ആണോ? ഐഡന്റിറ്റി മെട്രിക്സ് ഓക്കെ ആണേ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഐ എന്ന് കാണുമ്പോൾ ഒരു ക്വസ്റ്റിനകത്തൊക്കെ ഇപ്പോൾ 24 ഐ എന്നൊക്കെ പറയുമ്പോഴേ ഐ എന്ന് കാണുമ്പോഴേ ഓർത്തോണം ആ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റിനകത്ത് ഇപ്പോൾ മെട്രിക്സ് 2x2 ആണെങ്കിൽ അവിടെ എഴുതേണ്ട 2x2 ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ലാസ്റ്റ് 0 മെട്രിക്സ്, അത് എന്താണെന്ന് നോക്കിയാൽ മതി. 0 മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി 0 മെട്രിക്സ് ഓർ നൾ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് എലിമെന്റ്സ് ആർ 0. ഒരു മെട്രിക്സ് 0 മെട്രിക്സ് എന്നോ അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്നോ പറയണമെങ്കിൽ അതിലെ എല്ലാ എലിമെന്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. എലിമെന്റ്സ് ആർ 0. ക്ലിയർ ആയോ? ഇപ്പം അത് നമുക്ക് ഏത് വേണമെങ്കിലും പറയാം. അത് സ്ക്വയർ മെട്രിക്സ് ഒന്നും ആവണമെന്നൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ 0 0 0 0 ഇങ്ങനെ പറയുന്നു. എല്ലാ എലിമെന്റ്സും അങ്ങ് 0 ആയാൽ മതി. അപ്പം ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞേ, ഓർഡർ എന്തോ വരും അന്നേരം? അപ്പോൾ ഓർഡറാണ് നമുക്കിവിടെ എല്ലാം പ്രാധാന്യം. ഓർഡർ അറിയാമെങ്കിലേ നമുക്ക് ആ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓർഡർ പറയേ, റോസ് ഇങ്ങോട്ടല്ലേ നമ്മൾ പറയുന്നത്, 2 റോസും 3 കോളംസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാ? 2x3 മെട്രിക്സാ. ഇതൊരു 2x3 0 മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. 2 റോസും 3 കോളംസും. ക്ലിയർ ആയോ? എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി 0 മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്നും പറയാറുണ്ട്. ഇഫ് ഓൾ ഇറ്റ്സ് എലിമെന്റ്സ് ആർ 0 ആണെന്ന് പറയാം. എല്ലാ എലിമെന്റ്സും 0 ആയിരിക്കും. ഓക്കെ ആണോ? ഇത്രയും. അപ്പം മെട്രിക്സ് നമ്മൾ എത്ര മെട്രിക്സിനെ കുറിച്ച് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? അപ്പം നമ്മളിത് 6 ഇത് 7 ടൈപ്പ് മെട്രിക്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് റോ മെട്രിക്സ്, രണ്ടാമത് പഠിച്ച റോ മെട്രിക്സ് എന്താണെന്നറിയാം, ഒരു റോസ് മാത്രമേ കാണത്തുള്ളൂ. അടുത്ത നമ്മൾ എന്താ പഠിച്ചേ? കോളം മെട്രിക്സ്, അവിടെ ഒരു കോളം മാത്രമേ കാണത്തുള്ളൂ. ദെൻ അടുത്ത ഏതാ? സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ ആകുമ്പം റോസും കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും. ദെൻ അടുത്ത ഏതാ? ഡയഗണൽ മെട്രിക്സ്. മെയിൻ ഡയഗണൽ എലിമെന്റ്സ് മാത്രം നമ്പേഴ്സോ അല്ലെങ്കിൽ ഫംഗ്ഷൻസോ ആയിരിക്കും, ബാക്കി എലിമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. then അടുത്ത സ്കെയിലാർ മെട്രിക്സ് ആകുമ്പോൾ എന്താ? ഡയഗണൽ മെട്രിക്സ് ആണ്. സ്കെയിലാർ മെട്രിക്സ് ആകുമ്പോൾ അതിൻ്റെ മെയിൻ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും, ബാക്കി എലിമെന്റ്സ് 0 ആയിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സ് ആകുമ്പോൾ എന്താ? എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? മെയിൻ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 1 ആയിരിക്കും, ബാക്കി എലിമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. 0 മെട്രിക്സ് എന്ന് വെച്ചാൽ എല്ലാ എലിമെന്റ്സും 0 ആവുന്ന മെട്രിക്സ് ആണ് 0 മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ? ഇത്രയും വരെ ഓക്കെ ആണേ എല്ലാവർക്കും? ദെൻ അടുത്ത ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ്. മെട്രിക്സിന്റെ ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്താണെന്ന് പറയുക. ഒരു മെട്രിക്സിനകത്ത് ഇപ്പം 2 മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു എയും ബിയും 2 മെട്രിക്സ് പറയുന്നു. ആ സെഡ് ടു ബി ഈക്വൽ. 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിനകത്ത് ദേ ആർ ഓഫ് ദ സെയിം ഓർഡർ. നമ്മൾ ഓർഡർ എന്താണെന്ന് പഠിച്ചില്ലേ? ആ ഓർഡർ സെയിം ആയിരിക്കും. 2 മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അത് സ്ക്വയർ ആണെന്നും പറയുന്നില്ല. 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് 2x3 ആണെങ്കിൽ സെക്കൻഡ് നമ്മൾ എടുക്കുന്ന ആ മെട്രിക്സും 2x3 തന്നെ ആയിരിക്കണം. ഓർഡർ സെയിം ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കണം. അതേപോലെ രണ്ടാമത്തെ കണ്ടീഷൻ, ഈച്ച് എലിമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് എലിമെന്റ് ഓഫ് ബി. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. എന്നൂടെ പറയാം, 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഒന്നാമത് നോക്കേണ്ടത് അതിൻ്റെ ഓർഡർ സെയിം ആണോ എന്ന് നോക്കുക. ഓർഡർ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സ് നമുക്ക് ഇക്വാളിറ്റി വെച്ച് പറയാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഈക്വൽ ആണോ നോക്കിയാൽ മതി. അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഈക്വൽ ആണോ എന്ന്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നോക്കേ, രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻ ഇവിടുത്തെ ഇത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞത് ഇവിടെ നോക്കി 2 മെട്രിക്സ് പറയുന്നത്. അപ്പോൾ ഇതിന് ഓർഡർ എന്താ? ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താ നമ്മൾ പറയുന്നത്? 2x2 ഇല്ലയോ? 2 റോസും 2 കോളംസും 2x2. ഇതും എന്താ? 2 റോസും 2 കോളംസ്. ഇതും ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പം നമുക്ക് 2x2 മെട്രിക്സ് രണ്ടും 2x2 മെട്രിക്സ് ആണ്. അതൊക്കെയാണ്, ഓർഡർ സെയിം ആണ്. then അടുത്ത എന്താ നോക്കണ്ടേ? രണ്ടാമത് പറഞ്ഞ കണ്ടീഷനാണ്, ഓർഡർ സെയിം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ എക്സ് അല്ലയോ?
ആ എക്സിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻറ്റ് ഇവിടെ 2, അതായത് ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 2. ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ആണ് എക്സ് അല്ലേ, ആ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് പ്ലേസിൽ എക്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് എലിമെൻറ്റ് A11 എക്സാ, അതേപോലെ ഇവിടുത്തെ A11 2 അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു 2. അതുപോലെ അടുത്ത് എങ്ങനെ എഴുതാം, അതേപോലെ പറ, വൈ അല്ലേ, ഇവിടെ 3 അല്ലയോ, വൈ ഇസ് ഈക്വൽ ടു 3. അടുത്ത് എങ്ങനെ ആയിരിക്കും, എ ഇസ് ഈക്വൽ ടു 4, ബി ഇസ് ഈക്വൽ ടു 5. ക്ലിയർ ആയോ? അപ്പോൾ രണ്ടെണ്ണത്തിന് എന്താണെന്ന് പറയാം, നമുക്ക് സെയിം ഓർഡർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അത് ഈ സ്ക്വയർ തന്നെ ആവണമെന്നൊന്നുമില്ലേ. ഇപ്പം 1 2 3 2 4 5. അപ്പോൾ ഇവിടെ നമുക്കൊരു ABCXYZ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ രണ്ട് മെട്രിക്സ് ഓർഡർ പറ, ഓർഡർ ആകുമ്പോൾ എങ്ങനെയാ, 2ഉം ഇതിൻ്റെ 3യും, അതായത് 2/3 മെട്രിക്സാ. ഇവിടെ ആകുമ്പോഴോ 2ഉം 3യും 2/3 മെട്രിക്സാ. ഓക്കെ ആണോ? രണ്ടും 2/3 മെട്രിക്സ് അല്ലേ, 2 റോസും 3 കോളംസും, അങ്ങനെ 2/3 മെട്രിക്സ്. ഓർഡർ സെയിം ആണ് എങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതാ, ഇവിടെ ഫസ്റ്റ് 1 അല്ലേ, ഇവിടുത്തെ ഫസ്റ്റ് എ. അപ്പം നമുക്ക് തിരിച്ചങ്ങ് എഴുതിയാൽ എ ഇസ് ഈക്വൽ ടു 1. അതുപോലെ എഴുതിക്കൂടെ, ബി ഇസ് ഈക്വൽ ടു 2, സെക്കൻഡ് എലിമെൻറ്റ്സ് ഈക്വൽ. അപ്പം ബി ഇസ് ഈക്വൽ ടു 2, സി ഇസ് ഈക്വൽ ടു 3, സി ഇസ് ഈക്വൽ ടു 3, എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് 2 ആയിട്ട് ഈക്വൽ, y is equal to 4, y is equal to 4, z is equal to 5. ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് മെട്രിക്സ് ഈക്വൽ എന്ന് വെച്ചാൽ ഇത്ര ആലോചിച്ചാൽ മതി. ഓർഡർ സെയിം ആയിരിക്കണം, രണ്ടിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ഓർഡർ സെയിം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻസ്. എക്സും വൈയും ഇസഡും കാണാനായിട്ടാണ്. ഒന്ന് നോക്കി എങ്ങനെ വരുമെന്ന്. അപ്പോൾ ഇവിടെ നോക്കി, അതിൻ്റെ ആദ്യം നിങ്ങൾ നോക്കേണ്ട രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കുക. ഓർഡർ എന്താ, നമ്മൾ മുമ്പേ പറഞ്ഞാൽ 2 റോസും 2 കോളംസും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താ, 2/2. ഇവിടെ ആകുമ്പോഴോ 2 റോസും 2 കോളംസും, നമുക്കിവിടെയും 2/2. അപ്പം രണ്ടും 2/2 മെട്രിക്സ് ആണെന്ന് പറയാം. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് എന്തുമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പം മുമ്പേ പറഞ്ഞ പോലെ എന്താ പറയാം, 4 is equal to y. തിരിച്ചങ്ങ് എഴുതിക്കോട്ടെ, y is equal to 4. അതുപോലെ എന്താ എഴുതാം, 3 is equal to z. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, z is equal to 3. അതുപോലെ അടുത്തേ താഴത്തെ എലിമെൻറ്റ്, ഇവിടുത്തെ താഴത്തെ എലിമെൻറ്റ്, x is equal to 1. അടുത്ത ഏതാ, ഇവിടെ ഓൾറെഡി 5 is equal to എക്സും വൈ സെഡും കാണാനല്ലേ നമ്മുടെ ചോദ്യം. 5 ഓൾറെഡി ഈക്വൽ ടു 5. അപ്പോൾ x1 y4 z is equal to 3 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. then അടുത്ത് ഇത് നോക്കി, ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു തന്നെ, ഇതിൻ്റെ ഓർഡർ എങ്ങനെ വരും. അപ്പോൾ ഇവിടെ നോക്കി എത്ര എണ്ണം ഉണ്ട്, ഇത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്നൊരു ഒരൊറ്റ എലിമെൻറ്റാണ്, അത് ഒരു എലിമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര റോ ഉണ്ട്, 1 2 3 3 റോസും എത്ര കോളം ഉണ്ട്, അത് ഒറ്റ എലിമെൻ്റ് ആണ്, ഒറ്റ കോളവും. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും, 3/1 മെട്രിക്സാണ്. അപ്പോൾ ഇതൊരു 3/1 മെട്രിക്സ് ആണ്. അതുപോലെ ഇവിടെ വരുമ്പോഴോ, ഇവിടെ അതേപോലെ 3 റോസും 1 കോളവും അല്ലേ. അപ്പോൾ ഇവിടെ 3/1 മെട്രിക്സാണ്, 3 റോസും 1 കോളമാണ്. അപ്പം നമുക്ക് ഓർഡർ ഓക്കെ ആയി. അപ്പോൾ ഓർഡർ രണ്ടിടത്തും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ആദ്യത്തെ എലിമെൻറ്റ് x പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 9. അടുത്ത x പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5, y പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 7. 3 ഇക്വേഷൻ കിട്ടത്തില്ലയോ. അതിൻ്റെ കറസ്പോണ്ടിങ് സിംപ്ലിഫൈ ചെയ്ത് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ കാണണം. അതെ, ആദ്യം നമ്മൾ എടുക്കുവാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 9 അല്ലയോ. വൈ പ്ലസ് ഇസഡിൻ്റെ വില 7 നമുക്ക് അറിയത്തില്ലയോ. അപ്പം നമുക്ക് എക്സ് പ്ലസ് ഈ വൈ പ്ലസ് ഇസഡിൻ്റെ സ്ഥാനത്ത് 7 എന്ന് കൊടുത്ത് എക്സ് പ്ലസ് 7 ഈസ് ഈക്വൽ ടു 9. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, 9 - 7 ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ ആണോ, എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതുപോലെ നമുക്ക് നോക്കി അത് തന്നെ എടുക്കട്ടെ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 9. എക്സ് പ്ലസ് ഇസഡിൻ്റെ വില 5 എന്നറിയത്തില്ലയോ, എക്സ് പ്ലസ് ഇസഡ് 5 ആണ്. അപ്പം നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതണോ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് നമ്മൾ അഡീഷൻ അങ്ങോട്ട് മാറ്റുമ്പോഴേ എക്സ് പ്ലസ് ഇസഡ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 9. എക്സ് പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ എന്താ 5 ആണ്. എക്സ് പ്ലസ് ഇസഡ് എന്ന് വെച്ചാൽ 5 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 9. വൈ ഈസ് ഈക്വൽ ടു 9 - 5 എത്ര, 9 × 5 = 4. ഓക്കെ ആണോ. അപ്പോൾ ഇത്ര എക്സും കിട്ടി വൈയും കിട്ടി. ഇനി ഏതിലൊരു ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇസഡിൻ്റെ വാല്യൂ കിട്ടത്തില്ലയോ. ഇസഡ് എന്തോ കിട്ടും, ഇതിനകത്തും കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇക്വേഷൻ കൊടുത്താലേ വൈയുടെ സ്ഥാനത്ത് 4 കൊടുത്താൽ 4 + z ഈസ് ഈക്വൽ ടു 7. ഇസഡ് ഈസ് ഈക്വൽ ടു
7 - 4 എഴുതണോ? 7 - 4 = 3 എന്ന് വരും. ഓക്കെ ആണോ? അപ്പം നമുക്ക് എക്സിൻ്റെ വൈൻ്റെ ഇസൻ്റെ വാല്യൂ ഏതൊക്കെയാ? എക്സ് = 2 എന്ന് കിട്ടി, വൈ = 4 എന്ന് കിട്ടി, ഇസഡ് = 3 എന്ന് വന്ന്. ഓക്കെ ആണോ എല്ലാവർക്കും? then അടുത്ത അതുപോലെ അതിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി സി ആൻഡ് ഡി. സോൾവ് ചെയ്യാനായിട്ട് എ ബി സി ഡി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ അതിൻ്റെ ഓർഡർ നോക്കി, മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആണെന്ന് നോക്കിയിട്ട് നമുക്ക് താഴോട്ട് ചെയ്യാം. മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? ഇപ്പം 2 റോസ്, ഒറ്റ എലിമെൻ്റ് ആണ് ഇത്. A - B എന്ന് വെച്ചാൽ ഒറ്റ എലിമെൻ്റ്. 2 റോസും 2 കോളംസും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു 2x2 മെട്രിക്സ് ആണ്. അടുത്ത ഇവിടെ ഒരു 2, ഇതും 2x2 മെട്രിക്സ് തന്നെയാണ്. ഓക്കെ ആണോ? 2x2 മെട്രിക്സ്. അപ്പം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ്, ഓക്കെ, ഓർഡർ ഈക്വൽ ആണ് എങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് എടുക്കുമ്പോൾ A - B = -1. ഡൗട്ടില്ലേ? ഫസ്റ്റ് എലിമെൻറ്റ് ഇവിടുത്തെ ഫസ്റ്റ് എലിമെൻറ്റുമായിട്ട് ഇക്വൽ ചെയ്ത്. അതുപോലെ അടുത്തേ 2A + C = 5. സെക്കൻഡ് എലിമെൻറ്റുമായിട്ട് ഈക്വൽ ആയിരിക്കും. then അടുത്തേ 2A - B = 0. അടുത്തേ 3C + D അല്ലയോ? 3C + D = 13. അപ്പം നമ്മൾ 4 ഇക്വേറ്റ് ചെയ്ത് എഴുതി. 4 ഇക്വേഷൻ കിട്ടി. ആ 4 ഇക്വേഷനോടെ സോൾവ് ചെയ്തെടുക്കുമ്പം ABCD വാല്യൂ കിട്ടും. നമുക്ക് ABCD വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഈ 2 ഇക്വേഷൻ കേട്ടെ. അത് A B കണ്ടുപിടിക്കാനായിട്ട് 2A - B = 0യും A - B = -1 എടുത്ത്. അപ്പം നമ്മൾ ഇക്വേഷൻ എന്തോ ചെയ്യണം? ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവേ. അപ്പം ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ? 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം നമുക്ക് ബി അങ്ങ് കളയാം. ബി കളയാനായിട്ട് എന്തോ ചെയ്താൽ മതി? രണ്ടുകൂടെ ഇക്വേഷൻസ് മൈനസ് ചെയ്യാം. ഇക്വേഷൻ മൈനസ് ചെയ്യുന്നത് എങ്ങനെയാ? സെക്കൻഡ് ആ നമ്പർ അത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എന്തോ പ്ലസ് ആയിരുന്നു, അവിടെ മൈനസ് ആവും. ഇവിടെ മൈനസ് പ്ലസ് ആവും, ഇവിടെ പ്ലസ് ആവും. അപ്പം എന്തോ ആവും? 2A - A പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ആയിപ്പോവും. ദെൻ ഇവിടെ എന്തോ വരും? = 0 + 1 1. ഓക്കെ ആണോ? A = 1 എന്ന് കിട്ടും. അപ്പം നമ്മളിവിടെ കൊടുക്കുമ്പോൾ എന്തോ വരും? എന്റെ സ്ഥാനത്ത് ഇപ്പം A - B = -1 എന്നറിയാം. എന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ 1 - B = -1. ബി ഇപ്പുറത്തോട്ടും -1 ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്തോ 1 + 1 = B. ദെൻ B = എന്തോ കിട്ടും? 2. B = 2 എന്ന് കിട്ടും. ഓക്കെ ആണോ? B = 2. ഇനി ആ ഇക്വേഷനകത്ത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ഇനി എന്താ? C വേണ്ടായോ? C ആവുമ്പോൾ എന്താണ്ടേ 2A + C = 5 എന്നാ. എക്ക് 1 കൊടുക്കുമ്പം 2 × 1 + C = 5. 2 + C = 5. then C = 5 - 2 which is = 3. ഇനി ഒരെണ്ണം കൊണ്ടുണ്ടല്ലോ, ഡിയുടെ വാല്യൂ ഇവിടെ കാണണം. അത് 3C + D = 30. അപ്പം എന്തോ വരും? 3 × 3 + D = 30. 3 × 3 എന്താ? 9 + D = 13. D = 13 - 9. എത്ര? 9 - 4 വരും. ഇപ്പം നോക്കിയേ, എന്റെ വില 1, ബിന്റെ വില 2, സിന്റെ വില 3, ഡിന്റെ വില 4. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പം മെട്രിക്സിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഓർഡർ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് കുറിച്ച് പഠിച്ചു. ദെൻ ഇക്വാളിറ്റി ഓഫ് മെട്രിക്സിനെ കുറിച്ച് പഠിച്ചു. മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻസ് എന്നും പഠിച്ചു. ഇനി കുറച്ച് അസൈൻമെൻറ്റ് തരാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്തതിന് ശേഷം ഗൂഗിൾ ക്ലാസ്സിലോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. താങ്ക് യു.